ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മാർക്കറ്റ് ഞാൻ രാവിലെ സ്പെഷ്യൽ പ്രീ മാർക്കറ്റ് ചെയ്തിരുന്നു. പലരും 1000 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് 25,000 ടച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രഹസനങ്ങൾ മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മാർക്കറ്റിൽ വെറും 250 പോയിൻറ്റിനടുത്താണ് ഗ്യാപ്പ് അപ്പ് ഉണ്ടായത്. അതിനുശേഷം മാർക്കറ്റ് ആ ഏരിയയിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്തു അല്ലേ. അവസാന നിമിഷം മാർക്കറ്റ് ചെറുതായിട്ട് ഒരു റിക്കവറി നടത്തി 24,000 മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 24,000 മുകളിൽ മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ കയറിയ കയറ്റം നമുക്ക് ഡേ ക്യാൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കവിടെ കാര്യം മനസ്സിലാവും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും മാറ്റി വരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ, മന്ത്ലി ക്യാൻഡിൽ ഓൾറെഡി ഡോജി ആയി കഴിഞ്ഞു അല്ലേ. ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,000 മുകളിലാണ്. 23,800 ഈ കാണുന്ന വര. ഓക്കെ, 24,000 മുകളിൽ ഏകദേശം ഡേ ക്യാൻഡിൽ 24,000 എന്ന് പറയുന്ന വര ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലാവും. ഇത് ടെമ്പററി ലൈനാണ്. 24,000 ഓക്കെ. നോക്കിക്കേ, നിങ്ങൾ 24,000 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായും. തൊട്ടില്ല എന്ന രീതിയിലാണ് 24,000 മുകളിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? പക്ഷേ ഈ ക്ലോസിങ് അത്ര സുഖകരമല്ല. ഇങ്ങനല്ല നമുക്ക് ക്ലോസിങ് കിട്ടേണ്ടത്. നമുക്ക് ക്ലോസിങ് കിട്ടണമെങ്കിൽ നല്ല സ്ട്രോങ് ഒരു ക്യാൻഡിൽ വേണം നമുക്ക് 24,000 മുകളിൽ ക്ലോസിങ്. 24:31 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നാളെ നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 24,000 മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള കാര്യം വേണം നമുക്ക് ആദ്യം തിരിച്ചറിയാൻ. നാളെ മന്ത്ലി എക്സ്പയറിയാണ്, ഹൈ വോളറ്റാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് അവധിയാണ്. അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് ഓടുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് നമ്മുടെ മാർക്കറ്റിന് ശേഷം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിന് ശേഷം പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഡേ ക്യാൻഡിൽ ജസ്റ്റ് തൊട്ടില്ല എന്ന് പറഞ്ഞാണ് 24,000 നിൽക്കുന്നത്. ഇതത്ര സുഖകരമായ ഒരു പോയിന്റില്ല. നാളെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ 24,000 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം ഇതിൻ്റെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ പ്രതീക്ഷയുള്ളൂ. നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കം ടു ദ പോയിന്റ്. അപ്പോൾ നാളെ എന്താ സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഇറാന് ആയിട്ടുള്ള ഡീല് ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. കാരണം മറ്റേ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്ലോസിനകത്തിൽ US പറഞ്ഞേക്കുന്നത് നിങ്ങൾ മൊത്തത്തിൽ നിർത്തണം. അവർ പറഞ്ഞു നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ അതിൽ തട്ടി ചർച്ച മുടങ്ങി. ഓക്കെ, ഇനിയിപ്പം എൻ്റെ ഒരു ഭാഷത്തിൽ, എൻ്റെ ഒരു വ്യൂവിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു 60 ദിവസത്തെ സീസ് ഫെയർ സെറ്റപ്പ് ഉണ്ടാകും. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണയിലെത്തണം എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇത് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മാർക്കറ്റിനെ നമ്മൾ നോക്കി കാണുമ്പം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാർക്കറ്റിനകത്തിൽ നമ്മളൊരു ട്രേഡിന് ഇറങ്ങിത്തിരിക്കാവൂ. കാരണം എന്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, അല്ലെ എന്തുകൊണ്ട് വീഴുന്നു, അല്ലെ ഇനി മാർക്കറ്റിൻ്റെ ഭാവി എന്താണ് എന്നുള്ളത് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ. അല്ലാതെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ രാവിലെ പച്ചയാണ് CE അല്ലെങ്കിൽ ചുവപ്പാണെങ്കിൽ PE, ആ പരിപാടിയല്ല. ഇത് ക്ലാസ്സിൽ വന്നവരോടൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പരിപാടിയല്ല, മറിച്ച് മാർക്കറ്റിനെ കൃത്യമായി വീക്ഷിച്ച് എല്ലാ രീതിയിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു ട്രേഡിന് ഇറങ്ങിത്തിരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറേ ആൾക്കാർക്ക് ചിരി തോന്നും. പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാശിറക്കി വെറുതെ പൈസ കൊണ്ട് കളയരുത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യം നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ പറയാം. അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഒന്നാമത്തെ കാര്യം, അത് ഇറാനുമായിട്ടുള്ള ആ ഡീല്
നടന്നില്ല. പക്ഷേങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ സംഭവം, ആ ചർച്ച അവസാനിച്ചത്. പക്ഷേങ്കിൽ ഒരിക്കലും യുറേനിയമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിൽ യാതൊരു നീക്കുപോക്കും വരുത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല. അപ്പം അത് ചർച്ച വഴി മുടക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫർദർ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയത്തില്ല. ട്രംപ് ഓൾറെഡി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് സമയമുണ്ട്, മുന്നിൽ സമയമെടുത്ത് മാത്രമേ ഈ കാര്യങ്ങൾക്ക് അതൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു 60 ദിവസം സീസ് ഫയർ വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഓടിക്കളിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുന്നതാണ് ഒരു തട്ടുകേടില്ലാത്ത രീതിയിൽ പുള്ളിക്ക് സംഭവങ്ങൾ കൊണ്ടുപോകണം. അതിനുവേണ്ടി പുള്ളി എന്തെങ്കിലും ഒരു പരിപാടി ഇണക്കും. ഇന്നലെ പുള്ളി പറഞ്ഞു, ഞാൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് നിങ്ങൾ ധരിക്കരുതെന്ന് ഒരു ഡയലോഗും കൂടെ പുള്ളി ഇന്നലെ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ 1-2 ഡയലോഗുകൾ പറഞ്ഞു. അത് നമ്മുടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരും നാളുകൾ അല്ലെ വരും വർഷങ്ങൾ നമ്മൾക്ക് കുറച്ച് ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ക്രൈസിസ് എന്നല്ല പറഞ്ഞത്, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഹിൻഡ് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെച്ചേക്കാം. ഓക്കെ, അടുത്ത ദിവസം, അടുത്ത ഡെക്കേഡ്സ് എന്ന് പറഞ്ഞാൽ, അടുത്ത ഡെക്കേഡ്സ് എന്നല്ല, അടുത്ത വർഷങ്ങളിൽ നമ്മൾക്ക് കുറച്ച് നമ്മൾ മുന്നോട്ട് കാര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് ഒരു ഡയലോഗ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിപ്പം 3 പ്രാവശ്യമായിട്ട് ഏകദേശം 7 രൂപയോളം പെട്രോൾ പ്രൈസ് ഹൈക്ക് ചെയ്തു. ഓക്കെ, അപ്പം പല ഭാഗത്തു നിന്നും മുറവിളി കൂട്ടുന്നുണ്ട്, ടാക്സ് കട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ടാക്സ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സർക്കാരിന് 1,00,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് 1,00,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ടാക്സ് എക്സംഷൻ കൊടുക്കുകയാണ്, പെട്രോൾ ഡീസൽ പ്രൈസിനതിൽ ടാക്സിൻ്റെ എക്സംഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,00,000 കോടി രൂപയുടെ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു വെച്ചു. അതിനർത്ഥം എക്സംഷൻ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഏതെങ്കിലും രീതിയിൽ ഈ യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ക്രൂഡിൻ്റെ പ്രൈസ് കുറയും. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും പരിഗണിക്കാം എന്നുള്ളതല്ലാതെ ഒരു ഡയറക്റ്റ് പരിപാടി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഉദ്ദേശം സർക്കാരിന് ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടെ, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഞാൻ കേൾക്കും എന്നൊരു ഡയലോഗ് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ ഗൂഢാർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ പുതിയ ന്യൂസുകൾ പുറത്ത് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ കേൾക്കാൻ തയ്യാറാണ്. അവർക്ക് എന്തെങ്കിലും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അവരെ കേൾക്കും, കേട്ടിട്ട് ഉചിതമായ നടപടി എടുക്കും എന്നുള്ള രീതിയിലുള്ളൊരു റൂമർ മാർക്കറ്റിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പരിശോധിച്ചില്ല, ജസ്റ്റ് ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ പുറകെ ഒന്ന് പോയി നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ ഒരു പ്രതീതി വരുത്തുന്നത് എന്താണ്? ഓക്കെ, പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ ഒന്ന് പോയി പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ടാക്സ് എക്സംഷൻ കൊടുക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി മാർക്കറ്റിൽ വരുത്തി തീർത്ത് ഒരു മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു തന്ത്രമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഞാൻ പറയാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഹിൻഡ് ലിങ്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, കൂടുതൽ ഞാൻ പഠിച്ചില്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും സെർച്ച് ചെയ്ത് അതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, ടാക്സ്, പെട്രോൾ ഡീസലിൻ്റെ ടാക്സ് കുറയ്ക്കത്തില്ല. ഓക്കെ, ഒരു എക്സംഷനും കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചു. മറ്റേത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സിൻ്റെ വിഷയത്തിലും ഒരു എന്താ പറയുന്നത്, നമ്മളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഡയലോഗും വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മാർക്കറ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ? ഇന്ന്
മാർക്കറ്റ് ഈ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓടിയത്. ആ ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് വേറെ എങ്ങോട്ടും പോയില്ല. അവിടുന്ന് 24,000 റേഞ്ച് വരെ മാർക്കറ്റ് വന്നതിന് ശേഷം 10-30 പോയിന്റുടെ മുകളിലോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. അമേരിക്കൻ മാർക്കറ്റ് ഇല്ല എങ്കിലും ഫ്യൂച്ചർ ഓടുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ആ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. എവിടെയാണോ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി നിന്നത് ആ ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നാളെ മാർക്കറ്റ് എന്തായാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ 24,000-ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, 24,000-ന് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് 24,062 ഈ കടമ്പ കടക്കുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇതിന് മുകളിലൊക്കെ വരകളുണ്ട്. അപ്പോൾ 24,062 കടക്കുന്നുണ്ടെന്ന് നോക്കുക. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക, അല്ല 24,000 സംഭവിക്കാൻ നോക്കുക. അതിനനുസരിച്ചായിരിക്കണം മാർക്കറ്റിൻ്റെ ബിഹേവിങ്സ്. നാളെ എക്സ്പയറി ഡേ ആണ്, ഹൈ വോളറ്റാലിറ്റി ഉള്ള ദിവസമാണ്, മന്ത്ലി എക്സ്പയറി ആണ്, പല സ്റ്റോക്കുകളുടെ എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. പുതിയ ആൾക്കാർ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള മന്ത്ലി എക്സ്പയറിയിൽ നടക്കുന്ന വോളറ്റാലിറ്റിയിൽ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എനിക്ക് തരാനുള്ളൊരു ഉപദേശം. ഓക്കെ, അപ്പം ഈ നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഏകദേശം 1230 പോയിൻറ്റോളം മാർക്കറ്റ് ഇന്ന് ട്രാവൽ ചെയ്തു. ഏകദേശം നമ്മുടെ ഈ 53,589 നിന്ന് മാർക്കറ്റ് 55,220 നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ലെവൽ അല്ലേ, 55,261 മാർക്കറ്റ് എത്തി. ഇതിന് ശേഷം ഇതിന് മുകളിൽ എന്ത് സംഭവിക്കും നോക്കുക. അങ്ങനെ ഇത് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിയാൽ നമുക്ക് അടുത്തത് 56,759 ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. അടുത്ത മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് 178 പോയിന്റ് നോക്കി ഈ പറയുന്ന ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു 14,590 കണക്ക് പറഞ്ഞായിരുന്നു അല്ലേ, 14,590 അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് നിഫ്റ്റി എങ്ങനെയാണ് പോയത് അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് മിഡ് ക്യാപ്പും സഞ്ചരിച്ചേക്കുന്നത്. അപ്പോൾ ഈ ലെവലുകൾ നിങ്ങൾ നോക്കി വെക്കുക. സെൻസെക്സിൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സെൻസെക്സും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരു 1,000 പോയിൻറ്റിന് മുകളിൽ ട്രാവൽ ചെയ്തു. നമുക്ക് അടുത്ത ടാർഗറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 76,802 ഇല്ല, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 76,224 കട്ട് ചെയ്ത് താഴെ പോകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഡൗൺഫാൾ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ 76,802 എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എനിക്ക് നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പം കഴിവതും നാളെ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ബിഗിനേഴ്സ് മാറി നിൽക്കാൻ ശ്രമിക്കുക. നാളെ എക്സ്പയറി ഡേ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാളെ ഒരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം ധാരാളം സെല്ല് ചെയ്തവർക്ക് പ്രീമിയം ഉരുകി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നാളെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.